ഹായ് ഗൈസ്. സോ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സ്ലൈസ് മെത്തേഡാണ്. ഓക്കെ, ഞാനൊരു അറയിൽ എടുത്തിട്ടുണ്ട്, ടെസ്റ്റ് റിസൾട്ട്സും വന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ കുറച്ച് നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്, ഡെസിമൽ നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും അല്ലാണ്ട് ഇൻറ്റീജേഴ്സും ഡെസിമൽ നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സൊക്കെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്, സാമ്പിൾ അറിയണം. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് സ്പ്ലൈസ് അല്ല സ്ലൈസ് ആണെന്ന്. നെയിം സിമിലർ ആണെങ്കിലും അതിൻ്റെ വർക്കിംഗ് ഒക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ സ്ലൈസ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് റിട്ടേൺസ് ബ്രാൻഡ് ന്യൂ അറേ ആൻഡ് ഒറിജിനൽ അറേ ടച്ച് ചെയ്യില്ല. ആക്ച്വലി പുതിയൊരു അറേ തരും നമുക്ക്, ആൻഡ് ഒറിജിനൽ അറേ ടച്ച് ചെയ്യില്ല. ഓക്കെ, അതുകൊണ്ടാണ് സ്ലൈസ് ഒരു സൂപ്പർ ഈസി അറേ കോപ്പി മെത്തേഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഞാൻ പറഞ്ഞു അറേസ് എല്ലാം ഒബ്ജക്ട്സ് ആണ്, അത് റെഫറൻസ് വാല്യൂസും കൂടിയാണെന്ന് പറഞ്ഞിരുന്നു. സോ ഞാനൊരു ഇപ്പം നമുക്ക് കിടക്കുന്നുണ്ട് ടെസ്റ്റ് റിസൾട്ട് എന്നല്ലേ, ഞാൻ ഈ അറേനെ വേറെ അറേക്ക് കോപ്പി ചെയ്യാം. കോൺസ്റ്റ് സ്റ്റോർഡ് ഡാറ്റ ഈക്വൽ ടു ടെസ്റ്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞ് കൊടുത്തു നമ്മൾ. ഓക്കെ, എന്നിട്ട് നമ്മൾ സ്റ്റോർഡ് ഡാറ്റ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോർഡ് ഡാറ്റ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂ കറസ്പോണ്ടിംഗ്ലി വന്നിട്ടുണ്ട്. ഓക്കെ, സോ സ്റ്റോർഡ് റിസൾട്ടും ടെസ്റ്റ് റിസൾട്ട്സും ബേസിക്കലി ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരേ അറേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ സ്റ്റോർഡ് റിസൾട്ടും ആൻഡ് ടെസ്റ്റ് റിസൾട്ടും ഇങ്ങനെ നമ്മൾ ഈക്വൽ ടു വെച്ച് കൊടുത്തല്ലോ. സോ ബേസിക്കലി എന്ന് വെച്ചാൽ ഒരേ അഡ്രസ്സിലേക്കാണെങ്കിൽ ഒരേ സ്ഥലത്തേക്കാണ്, ഒരേ മെമ്മറിയിലേക്കാണ് അത് പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഞാനൊരു ടെസ്റ്റ് റിസൾട്ട് ഡോട്ട് പുഷ് കൊടുത്തു. ഞാനൊരു പുതിയൊരു എലമെൻ്റ് ആഡ് ചെയ്യാം, 7.1 സ്ട്രിങ് കൊടുക്കണ്ട, നമ്പറായിട്ട് കൊടുക്കാം. ഓക്കെ, 7 നമ്പർ കൊടുത്തു. എന്നിട്ട് ഞാൻ ടെസ്റ്റ് റിസൾട്ട്സ് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 7.1 വന്നിട്ടുണ്ട്. ഓക്കെ, സോ പിന്നെ ഞാൻ സ്റ്റോർഡ് ഡാറ്റയിലും കൊടുത്താലും അവിടെയും 7.1 വന്നിട്ടുണ്ട്. കാരണം ബോത്ത് അറേസിലും ചേഞ്ച് ചെയ്യുന്ന രണ്ട് അറേസും ചേഞ്ച് റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, സെയിം അഡ്രസ്സ് അല്ലെങ്കിൽ സെയിം മെമ്മറി റെഫറൻസിലേക്കാണ് അത് പോയിൻ്റ് ചെയ്യുന്നത്. സോ നമുക്കിപ്പോൾ വെച്ചാൽ നമുക്ക് സ്ലൈസ് ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ സ്റ്റോർഡ് റിസൾട്ട് എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ഇതിന് പകരം ഞാൻ ടെസ്റ്റ് റിസൾട്ട്സ് ഡോട്ട് സ്ലൈസ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, സ്റ്റോർഡ് ഡാറ്റ 1 കൊടുക്കാം മനസ്സിലാവാനായിട്ട്. സ്റ്റോർഡ് ഡാറ്റ 1 എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ ടെസ്റ്റ് റിസൾട്ട് ഓഫ് സ്ലൈസ് കൊടുത്തു. ഇനി ഞാൻ ടെസ്റ്റ് റിസൾട്ട്സിൽ ഡോട്ട് പുഷ് പുതിയൊരു നമ്പർ കൊടുക്കാം, 9.8 കൊടുക്കാം. എന്നിട്ട് നമ്മൾ ടെസ്റ്റ് റിസൾട്ട്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 9.8 വന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റോർഡ് ഡാറ്റ 1 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വന്നിട്ടില്ല, അപ്ഡേറ്റ് ആയിട്ടില്ല. സോ ഇപ്പോഴത്തെ സംഭവിക്കുക വെച്ചാൽ ടെസ്റ്റ് റിസൾട്ട്സ് ആ പുതിയൊരു ഡാറ്റ നമ്മൾ 9.8 എത്രയെന്ന് വെച്ചാൽ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സ്റ്റോർഡ് റിസൾട്ട് 1, സ്റ്റോർഡ് ഡാറ്റ 1 ബേസിക്കലി അത് അൺഅഫക്റ്റഡ് ആണ്, അത് ടച്ച് ചെയ്തിട്ടില്ല. കാരണം സ്ലൈസ് ചെയ്യുമ്പോൾ അതൊരു പുതിയ അറയെ കോപ്പി ചെയ്തിട്ട് പുതിയൊരു മെമ്മറിയിലേക്കാണ് ഇടുന്നത്. സോ കോപ്പിയുടെ ഒക്കെ യൂസ് കേസിൽ ഈ സ്ലൈസ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, നൗ സ്ലൈസ് കോപ്പി മാത്രമല്ല, നമുക്ക് റേഞ്ച് കൂടി സെലക്ട് ചെയ്യാനും പറ്റും. സോ ബേസിക്കലി സ്ലൈസ് സിൻടാക്സ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അറേ ഡോട്ട് സ്ലൈസ്, പിന്നെ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, അത് ഓപ്ഷണലാണ്. സോ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് സ്റ്റാർട്ട് ഇൻഡെക്സും സെക്കൻഡ് ആർഗ്യുമെൻറ്റ് എൻഡ് ഇൻഡെക്സുമാണ്. ഓക്കെ, സോ സ്റ്റാർട്ട് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ഇൻക്ലൂഡഡ് ആയിരിക്കും, എൻഡ് ഇൻഡെക്സ് കൊടുക്കുമ്പോൾ നമ്മൾ എൻഡ് ഇൻക്ലൂഡഡ് അല്ല എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, സോ ഇത് നമുക്ക് എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ടെസ്റ്റ് റിസൾട്ട്സ് കിടക്കുന്നുണ്ടല്ലേ. സോ ഞാൻ പുതിയൊരു അറേയിലേക്ക് സ്ലൈസ് ചെയ്യാം, കോൺസ്റ്റ് ടെസ്റ്റ് അറേ 1 ഈക്വൽ ടു ഞാൻ കൊടുക്കുകയാണ് ടെസ്റ്റ് റിസൾട്ട്സ് ഡോട്ട് സ്ലൈസ് വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു 0,2 എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, സോ ഇത് ബേസിക്കലി എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു 0 എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് ആണ്, ഫസ്റ്റ് എലമെൻ്റ് ആണ്, പിന്നെ അപ് ടു സെക്കൻഡ് ഇൻഡെക്സ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. സോ ഈ സെക്കൻഡ് ഇൻഡെക്സ് 2 എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡഡ് അല്ല, അപ് ടു ആണ്. ഇപ്പോൾ 2 എക്സ്ക്ലൂഡ് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ടെസ്റ്റ് അറേ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. ബേസിക്കലി 153 എന്ന് വെച്ചാൽ നമ്മൾ റേഞ്ച് സെലക്ട് ചെയ്യാണ്, 153 വരെ ഉള്ളത് എടുക്കും. വാല്യൂ എടുത്തിട്ട് 0, 1, 2 സോ 1 വരെ എടുത്തിട്ട്
അതിൽ ഇടുന്നുണ്ട്. സോറി 1.53 ആണ്, ഒരു 2 ഉള്ളൂ. സോ 3 ഇത് സെക്കൻഡ് എക്സ്ക്ലൂഡഡ് ആണ് നമ്മൾ പറഞ്ഞു, ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പോൾ ആദ്യത്തെ 2 എടുത്തിട്ട് അത് രണ്ടും ഇവിടെ ഇടുന്നതാണ് ചെയ്യുന്നത് ആക്ച്വലി. സോ നമ്മുടെ കേസിൽ അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് അറേ ഡോട്ട് സ്ലൈസ് ഓഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് 3,2 കൊടുക്കാം. 3,2 കൊടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റ് അറേയിൽ ടെസ്റ്റ് റിസൾട്ട്സ് കൊടുക്കാം. ടെസ്റ്റ് റിസൾട്ട്സ് ഡോട്ട് സ്ലൈസ് 3,2 കോൺസ്റ്റ് ന്യൂ array 1 ഈക്വൽ ടു. ഓക്കെ, സോ ടെസ്റ്റ് റിസൾട്ട്സ് നമ്മൾ എടുത്തു. ടെസ്റ്റ് റിസൾട്ട്സ് ഡോട്ട് സ്ലൈസ് 3,2 എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇവിടെ എം ടി അറേയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, എന്നിട്ട് ന്യൂ array 1 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എം ടി ആണ് കിട്ടുന്നത്. കാരണം എന്താ വെച്ചാൽ സ്ലൈസ് റിവേഴ്സ് ഡയറക്ഷനിൽ സെലക്ട് ചെയ്യില്ല. ഓക്കെ, സോ ബിറ്റ്വീൻ ഇൻഡെക്സ് 3 ആൻഡ് ഇൻഡെക്സ് 2 എന്ന് പറഞ്ഞാൽ നത്തിങ് ആണ്, എക്സിസ്റ്റ് അല്ല ആക്ച്വലി, നത്തിങ് എക്സിസ്റ്റ് ആണ്. അതുകൊണ്ട് അത് സെലക്ട് ചെയ്യില്ല, റിവേഴ്സ് ഡയറക്ഷനിൽ അത് വർക്ക് ആവില്ല. അതുകൊണ്ടാണ് നമുക്ക് എം ടി ആർ തരുന്നത്. പിന്നെ വേണമെങ്കിൽ ഇൻട്രസ്റ്റിംഗ് മാറ്റർ എന്ന് പറഞ്ഞാൽ സ്ലൈസ് സപ്പോർട്ട്സ് നെഗറ്റീവ് ഇൻഡെക്സസ് ഓൾസോ. സോ നെഗറ്റീവ് ഇൻഡെക്സും സ്ലൈസിൽ വർക്ക് ആവും. സോ നമ്മൾ സ്ലൈസ് ചെയ്തപോലെ -1 കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് എലമെൻറ്റ് -2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലാസ്റ്റ്, -3 എന്ന് പറഞ്ഞാൽ തേർഡ് ലാസ്റ്റ്, അങ്ങനെ പോകും. ഇപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ടെസ്റ്റ് റിസൾട്ട്സ് ഡോട്ട് സ്ലൈസ് ഞാൻ -3 ഇവിടെ -3യും ഞാനിവിടെ -1 കൊടുത്തു. ഓക്കെ, സോ സ്റ്റാർട്ടിങ് അറ്റ് തേർഡ് ലാസ്റ്റ് പൊസിഷനാണ്, എൻഡ് അറ്റ് ലാസ്റ്റ് പറഞ്ഞ് കൊടുത്തു ഞാനിപ്പോൾ. ഓക്കെ, സോ ടെസ്റ്റ് റിസൾട്ട്സ് അല്ലേ, ടെസ്റ്റ് റിസൾട്ട്സ് മാറിപ്പോണ പേര്. ഫസ്റ്റ് ടെസ്റ്റ് റിസൾട്ട്സ് പ്രിൻറ്റ് ചെയ്യാം എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇത് കൊടുത്തു. അപ്പോൾ ഞാനിവിടെ ടെസ്റ്റ് റിസൾട്ട്സ് ഓഫ് സ്ലൈസ് -3 -1 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് അറ്റ് തേർഡ് ലാസ്റ്റാണ് ഞാൻ കൊടുക്കുന്നത്. സ്റ്റാർട്ടിങ് പൊസിഷൻ തേർഡ് ലാസ്റ്റ് കൊടുക്കുന്നു ആൻഡ് എൻ്റെ അറ്റ് ലാസ്റ്റ് പൊസിഷൻ. പക്ഷേ ഞാൻ പറഞ്ഞു അത് ലാസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല എന്നുള്ളത്. അപ്പോൾ ബേസിക്കലി ഇത് 2 എലമെൻറ്റാണ് റിട്ടേൺ ചെയ്യുക, 2.1 7.1. ഇത് രണ്ടും കാരണം -3 സ്റ്റാർട്ട് ചെയ്യും, -0 -1 -2 -3. സോ ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ഇത് എക്സ്ക്ലൂഡ് ചെയ്തു 9.8, കാരണം -1 ആണല്ലോ, -1 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻഡെക്സ്, അത് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ഇത് ഇവിടെ എടുത്തു. ഓക്കെ, സോ ബേസിക്കലി ഇങ്ങനെയാണ് നെഗറ്റീവ് നമ്പറിലും ഇത് സ്പ്ലൈസ് വർക്ക് ചെയ്യുക എന്നുള്ളത്. സോ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് എപ്പോഴും നിങ്ങൾ ഇത് കൊടുക്കുക, എന്താ വെച്ചാൽ മുമ്പത്തേക്കാളും ഇത് കൊടുക്കുക. ഇവിടെ 0 അല്ലെങ്കിൽ -2 കൊടുത്തു കഴിഞ്ഞാൽ റിവേഴ്സിൽ വർക്ക് ചെയ്യില്ല, അതൊന്നും ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ നിങ്ങൾ സംശയം ഉണ്ടാവും ഇപ്പോൾ ഒരു ആർഗ്യുമെൻറ്റ് മാത്രം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ടെസ്റ്റ് റിസൾട്ട്സ് ഓഫ് സ്ലൈസ് ഓഫ് 2 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, സോ ടെസ്റ്റ് റിസൾട്ട്സ് മുഴുവനുണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ 2 ഓർഡറിന് കൊടുക്കുകയാണെങ്കിൽ, സോ ഇവിടെ തൊട്ടിട്ട് 0 1 2ൽ തൊട്ടിട്ട് എല്ലാ നമ്പറും അതെടുക്കും. ഓക്കെ, സോ സ്റ്റാർട്ടിങ് ഇൻഡെക്സ് 2 മാത്രം നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് 2ൽ നിന്ന് തുടങ്ങിയിട്ട് എൻഡ് വരെയുള്ളതെല്ലാം എടുക്കും. ബേസിക്കലി അറേയിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഫ്രം ദി തേർഡ് എലമെൻറ്റ് ഓൺവേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലാണ് നമ്മളിത് യൂസ് ചെയ്യുക. ഇത് 0 1 2 എന്ന് വെച്ചാൽ 1 2 3 തേർഡ് എലമെൻറ്റ് ഓൺവേഴ്സ് നമുക്ക് വാല്യൂ അറേയിലേക്ക് വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് സ്ലൈസ് മെത്തേഡ്. നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണോ? ഇതുപോലെ തന്നെ നെഗറ്റീവും കൊടുക്കട്ടോ വേണമെങ്കിൽ. ടെസ്റ്റ് റിസൾട്ട്സ് ഡോട്ട് -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി, ടെസ്റ്റ് റിസൾട്ട്സ് ആദ്യം എടുക്കാം നമുക്ക് എത്ര എന്നുള്ളത്, എന്നിട്ട് ഞാൻ -2 എന്ന് പറഞ്ഞു കൊടുത്താക്കാം. ഇതിൽ നെഗറ്റീവ് എടുക്കും. സോ ലാസ്റ്റ് 2 എലമെൻറ്റ്സ് ഓൺലി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് 2 എലമെൻറ്റ്സ് എത്രയാണെന്ന് വെച്ചാൽ അത് നമുക്ക് കിട്ടുകയും ചെയ്യും സ്ലൈസിൽ -2 കൊടുത്തു കഴിഞ്ഞാൽ. സോ ഇതും കൂടി ഞാൻ പറയാമെന്ന് വിചാരിച്ചു. സോ ഇങ്ങനെയും ഇത് വർക്ക് ചെയ്യാം, സ്ലൈസ് നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യണം സ്ലൈസോടുകൂടി. നിങ്ങൾക്ക് സ്ലൈസ് മനസ്സിലായിരിക്കും, സ്പ്ലൈസും സ്ലൈസും രണ്ടാണ്. അത് ജസ്റ്റ് മിക്കവർക്കും കൺഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. സോ വീഡിയോ ഒന്ന് കാണാം, എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യണം. താങ്ക്സ് എ ലോട്ട്.
ബൈ.